ഇന്നലെ നമ്മുടെ ഗബ്രി ഇന്റർവ്യൂല് പറഞ്ഞ ഒരു കാര്യമാണ്, വൃത്തിയില്ലാത്തതിനെ പറ്റിയിട്ട് ചോദിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഹൈജീനും ക്യാരക്ടറുമാണ്. ഇത് രണ്ടും ഇല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ ഒരു രീതിയിൽ അടുപ്പിക്കാൻ പറ്റില്ല. അപ്പൊ പുള്ളി പറഞ്ഞൊരു സംഭവമുണ്ട്, പാവപ്പെട്ട വീട്ടിൽ നിന്ന്. എന്ത് പാവപ്പെട്ട വീട്ടിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും വൃത്തിക്കുള്ള പ്രത്യേകം ക്ലാസ്സോ കോഴ്സോ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വൃത്തി നമുക്ക് വേണ്ടതാണ്. ഹൈജീൻ വൃത്തിയും നമ്മൾ ഇരിക്കുന്നിടത്തുള്ള വൃത്തിയും കാര്യങ്ങളൊക്കെ അത് വേണ്ടതാണ്. അത് ഒരാളുടെ ക്യാരക്ടറാണ്. അപ്പോൾ അതിൽ വന്നിരിക്കുന്ന ഒരു കമൻ്റാണ്, പുള്ളി കേസ് സ്റ്റഡി ഒന്നും നടത്താതെ എന്തൊക്കെയോ വിളിച്ചു പറയാണ്. ഇന്നലെ വൃത്തിയെ പറ്റി ചോദിച്ചപ്പോൾ പാവപ്പെട്ട വീട്ടിൽ നിന്ന് വളർന്നു വന്നതല്ലേ, അതെന്താ പാവപ്പെട്ടവർക്ക് വൃത്തിയില്ലേ? അത് ഒരു ജെനുവിൻ ചോദ്യമാണ്. പാവപ്പെട്ടവർക്ക് എന്താ വൃത്തിയില്ലേ? അല്ലെങ്കിൽ യുനോ അല്ലെങ്കിൽ ഈ പാവപ്പെട്ടവര് പണക്കാര് അതും വൃത്തിയൊക്കെ ആയിട്ട് എന്താ കണക്ഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ അവളാണ് ഫാമിലിക്ക് പൈസ ഉണ്ടാക്കി കൊടുത്തതിന് 1.5 വർഷമായിട്ടുള്ള അവളുടെ യൂട്യൂബിൽ വന്നിട്ട് 21 വർഷം അവളുടെ വാപ്പ അപ്പം നോക്കിയില്ലേ. അതായത് ലൈക്ക് ഗബ്രി വെളുപ്പിച്ച് അങ്ങ് വെള്ള പൂശി സർഫിന് പോലും ഉണ്ടാവില്ല ഇത്രയും പദം, അതേപോലെ വെളുപ്പിച്ച് വെച്ചേക്കാണ്. അപ്പോൾ ഫാമിലിയെ ജാസ്മിനാണ് നോക്കിയത്. ഓക്കെ, പിള്ളേര് മക്കൾ വളർന്ന് വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അധ്വാനിച്ച് കുടുംബത്തിനെ നോക്കുന്നു, അതൊക്കെ സ്വാഭാവികമാണ്. അതും വൃത്തിയായിട്ട് എന്താ ബന്ധം? അവർ കുറച്ച് ഈ പറഞ്ഞ മാതിരി 1.5 ഇയർ ആയിട്ടുള്ള യൂട്യൂബ് തുടങ്ങിയിട്ട്. അപ്പോൾ ഈ 1.5 വരെ യൂട്യൂബ് തുടങ്ങി അതിന് പൈസ കിട്ടുന്നതിന് തൊട്ട് മുമ്പ് വരെ നോക്കിയത് പാരൻസ് അല്ലേ? അപ്പോൾ അതിനൊരു വിലയില്ലേ? അപ്പോൾ ഇവൻ വന്നിട്ട് എന്താണ് ഒരു മേ ബി ഈ പറഞ്ഞ മാതിരി ടയേർഡാണ്, ഒട്ടും വയ്യ, കാരവണിൽ കുറേ നേരം ഇരുന്നിട്ട് കിളി പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കിളിയെ ഒരേ വഴിക്ക് ഇങ്ങനെ പറഞ്ഞു വിടുന്നതോ അല്ലെങ്കിൽ പറന്നു പോയ കിളിയെ മാടി പിടിക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറയുന്നതാണോ എന്ന് എന്തോ അറിഞ്ഞൂടാ. പാവപ്പെട്ടവരും പണക്കാരുമായിട്ടോ അല്ലെങ്കിൽ കുടുംബം നോക്കിയതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഇതും വൃത്തിയൊക്കെ ആയിട്ട് എന്താ കണക്ഷൻ എന്ന് എനിക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.